പറയുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ആൽബത്തിന് പോയ പ്രശ്നങ്ങളാണ്. ഞാനത് വേണ്ട, നിർത്തിയേക്ക്, നമുക്കൊന്നും പറയണ്ട എന്ന് വെച്ചിരുന്നപ്പം ഇവര് തന്നെ അത് എടുത്തിട്ടിട്ടുണ്ട്. കാരണം എന്നെ വെറും കരിവാരി തേച്ചുകൊണ്ട് അവിടെ നടന്ന സത്യം എന്താണെന്നുള്ളത് വളച്ചൊടിച്ചുകൊണ്ടാണ് അവർ വൃത്തികെട്ട രീതിയിൽ ഇവര് ആൽബം, ഇവരുടെയൊക്കെ ഒരു വിചാരമുണ്ട് നമ്മൾ ആൽബത്തിന് വേണ്ടിയിട്ട് ചെല്ലുമ്പോൾ ഇവനൊക്കെ പറയുന്നത് ഈ വിപിൻലാലിനെ പോലുള്ള വെറും ഈ ആൽബം ഡയറക്റ്റ് ഈ തെണ്ടിയൊക്കെ പറയുന്ന പോലെ നമ്മളത് അഭിനയിക്കുന്ന ഒരുത്തിയാണ് രേണു സുധീർ. ഇങ്ങനെ കുറച്ചു പേരുടെ ധാരണയുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെയല്ല. എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സീൻ മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ. ഇവനൊക്കെ ഈ പറയുന്ന വൃത്തികെട്ട സീൻ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. ഒന്നാമത്തെ കാര്യം, ഇവൻ പല സീനുകളും അന്ന് ആ നിമിഷമാണ് ഇവൻ ഈ പറയുന്നത്. മാറ്റി നിർത്തിയൊക്കെ എന്നെ പറഞ്ഞു, രേണു ഇങ്ങനെ ചെയ്യണം. ഞാൻ പറഞ്ഞു നടക്കത്തില്ല, അതൊന്നും കുഴപ്പമില്ല രേണുവിനെ മറ്റ് ആൽബത്തിലൊക്കെ അഭിനയിക്കുന്നില്ല. ഞാൻ പറഞ്ഞു മറ്റു ആൽബത്തിൽ എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സീൻ മാത്രമേ അവർ പറയും. ഇപ്പൊ ലജ്ജു ആണെങ്കിലും എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സീൻ മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ. വെറും വൃത്തികെട്ട രീതിയിലുള്ള ഡ്രസ്സ് ഇടുക, അഭിനയിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എനിക്കത് പറ്റത്തില്ലാത്ത കാര്യമായിട്ടാണ് ഞാൻ അവിടെ ബഹളം വെച്ച് ഞാൻ അവിടെ നിന്ന് ഇട്ടിട്ട് പോയത്. അപ്പം പൂർണ്ണമായി ഒരു നല്ലൊരു വർക്കാണെന്ന് വിചാരിച്ചു പോയി രേണുവിനെ മനഃപൂർവ്വം ചതിക്കാൻ ശ്രമിക്കും. കാരണം അവര് കഥ കടച്ചിട്ടിട്ട് ക്യാമറമാൻ വന്ന് സംസാരിക്കുന്നു, പല രീതിയിലും എന്നെ അങ്ങോട്ട് കൺവേസ് ചെയ്യാൻ നോക്കുവാണ്. നിങ്ങൾ ഒരു ആ നായകൻ എന്ന് പറയുന്ന അവൻ എന്നെ ഇങ്ങനെ എടുത്തേ പറ്റത്തുള്ളൂ, കാല് കവച്ച് ഇവിടെ ഇരുത്തണമെന്ന് അവന്റെ ഇളിയില് ഞാൻ നടക്കത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചേട്ടാ ഇങ്ങനെ എടുത്ത് അഭിനയിച്ചു, അല്ലെങ്കിൽ ഇങ്ങനെ പൊക്കിയെടുത്ത് അഭിനയിച്ചോ, അഭിനയിക്കുന്നതിന് കുഴപ്പമില്ല എടുക്കുന്നത്. പക്ഷെ എന്നിട്ടും പറഞ്ഞ സീനും എനിക്ക് കംഫർട്ടബിൾ അല്ലെന്ന് പറഞ്ഞ് ഞാൻ മാക്സിമം ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യത്തില്ലെന്ന് പറഞ്ഞതിനാണ് ഇവര് എനിക്കിപ്പം തോന്നുന്നത് ഇതൊരു ആൽബം അല്ലായിരുന്നു. ഇത് ഷെഫീന ബീബി എന്ന് പറയുന്ന വെറും വൃത്തികെട്ട നീചമായിട്ടുള്ള സ്ത്രീ എന്നെ കൊല്ലാക്കൊല ചെയ്ത് എന്റെ കുടുംബത്തെ എന്റെ മക്കളെ തമ്മിൽ തല്ലിച്ച് നശിപ്പിക്കുന്ന ഒരു സ്ത്രീ ഇറങ്ങിയിട്ടുണ്ട് രംഗത്ത്. നിങ്ങൾക്കൊക്കെ അറിയാം. അവർക്ക് വേറെ ഒരു കണ്ടന്റും ഇല്ല, ഒരു റീച്ചും ഇല്ല. ആ വൃത്തികെട്ട സ്ത്രീക്ക് അവരുടെ ഒരു കളിയായിരുന്നു. അവർക്ക് എനിക്ക് തോന്നുന്നു ഇവർ ഈ വീഡിയോ എടുത്തിട്ട് എന്തോ പോൺ സൈറ്റിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു വെറും നിഗൂഢമായിട്ടുള്ള ഒരു തന്ത്രം മാത്രമായിരുന്നു ഈ ആൽബത്തിന്റെ മറവിൽ നടന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്റെ സുഹൃത്തുക്കൾ അവിടെ ഇല്ലായിരുന്നെങ്കിൽ അവരെന്നെ എന്തെങ്കിലും ചെയ്തേനെ. അവർക്കെന്തോ സ്വന്തമായിട്ടൊരു ഉദ്ദേശമുള്ളതുപോലെയും അവരൊരു പ്ലാനിങ് ഉള്ളതുപോലെയും അവർക്ക് വല്ലാത്തൊരു എന്താ പറയാ ഒരുമിച്ചുള്ളതിന്റെ ആ ഒരു ഹാപ്പി മൂഡും അതിലൊന്നും നമുക്ക് വിഷയമല്ല. പക്ഷെ നമ്മുടെ വർക്കിൽ അത് ഒരുപാട് ബാധിച്ചു. ഒന്നാമത് നമ്മൾ ഒത്തിരി പൈസ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എത്ര എമൗണ്ട് കണക്കാക്കി ഒരു 1.5 ലക്ഷം രൂപ ബഡ്ജറ്റ് കണക്കാക്കി ചെയ്യാൻ ഞാൻ 80 രൂപേന്റെ അടുത്ത് ഒരൊറ്റ സീൻ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും 80,000 രൂപേന്റെ അടുത്ത് എനിക്കിപ്പോ പോയി. ഇല്ല, ഞാൻ ഒരു സംശയം ചോദിക്കുന്നു. ഒരു ആക്ട്രസിനെ വിളിക്കുന്നു, നിങ്ങളൊരു പ്രോജക്റ്റ് പറയുന്നു, അത് ചെയ്തു കൊടുക്കുന്നു, അവരുടെ അമ്മ വരാം, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഒരു സപ്പോർട്ടർ കൂടെ വരാം, അവരെ കൺസേൺ ചെയ്താൽ പോരെ. എന്തിനാ ഇത്രയധികം ആൾക്കാരെ അവിടെ കൊണ്ടുവരുന്നത്? അവരെ കൊണ്ടുവരുന്ന യൂട്യൂബേഴ്സ് വേണം, യൂട്യൂബേഴ്സിന്റെ ഈ പ്രമോഷൻ വേണം, എന്നാലേ ചേട്ടാ അങ്ങനെയാവും ഇങ്ങനെയാവും, ഞാൻ നമ്പർ തരാം. ഞാൻ അവരിഷ്ടമുള്ള എനിക്ക് മനസ്സിലായി, അവർക്ക് ഇഷ്ടമുള്ള അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെയാണ് അവർ വിളിക്കുന്നതെന്ന്. പക്ഷെ അവരെ സപ്പോർട്ട് ചെയ്യാല്ല ഇവർ ചെയ്ത് എന്നുള്ളത് എനിക്ക് പിന്നെ അങ്ങോട്ട് മനസ്സിലായി. അതായത് ഞങ്ങള് മുക്കത്ത് നിന്നാണ് ഷൂട്ട് ചെയ്തത്. മുക്കത്ത് നമ്മളൊരു സീൻ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പോ ശേഷമോ ഈ യൂട്യൂബേഴ്സിന് സംസാരിക്കുകയും ബൈറ്റ് എടുക്കുകയും എന്ത് വേണേലും ചെയ്യാം. ഇവര് ഷൂട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ കൊടുത്ത ലൈറ്റിങ്ങിന്റെ മുമ്പിൽ വരെ മൊബൈലും പിടിച്ച് ലൈറ്റ് ബ്ലോക്ക് ചെയ്യാണ്. മാറി നിൽക്കാതെ നമ്മൾ പറഞ്ഞാൽ പോലും മാറി നിൽക്കാത്ത രീതിയിൽ ഇവര് ഷൂട്ട് ചെയ്യുന്ന സാധനം എടുക്കുകയാണ്. 21 റീൽസാണ് അവരിട്ടത്. 1-2 അല്ല, 21 റീൽസ്. ഞാൻ ആകെ 8 മിനിറ്റിന്റെ 8 സെക്കൻഡിന്റെ ഒരു സീൻ എടുക്കാൻ നോക്കുമ്പോഴേക്കും 21 റീൽ ഇട്ട് കഴിഞ്ഞാൽ ഒരാള്. അപ്പൊ ഈ ഇട്ട റീലൊന്നും നമ്മളാരുമില്ല രേണു 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 എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ രേണുവിന്റേതായിട്ടുള്ള ഒരു പ്രമോഷന് വേണ്ടിയിട്ടും തിരിച്ച് ഇവർക്ക് സഹായിക്കുകയും ചെയ്തിട്ട് ഇവർ തമ്മിൽ ഒരു നല്ല ടേമാക്കി വെച്ചതാണ്. നിങ്ങളുടെ പ്രോജക്റ്റിനെ പറ്റി ഇവിടെ സംസാരമല്ല, അങ്ങനത്തെ ഒരു വിഷയം എന്ന് ചോദിച്ചിട്ട് ഒന്നുമില്ല. പക്ഷെ അവൾക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോസ് ഇങ്ങനെ കോൺസ്റ്റന്റ്ലി ഇടുകയാണ്. അതെ, മുക്കത്തൊരു ചെറിയ ഐസ്ക്രീം ബാറിൽ നിന്നുള്ള ഷൂട്ടായിരുന്നു. അത് എങ്ങനെ ഞങ്ങൾ എടുത്തു. അപ്പൊ ഞാൻ കുറച്ച് കാര്യങ്ങൾ തീരുമാനിച്ചു. കാരണം കോസ്റ്റ്യൂം പുറത്ത് കാണിക്കേണ്ടെന്ന് തീരുമാനിച്ചു. ഇവരെ ബൈറ്റ് എടുക്കാൻ മാത്രമല്ലാതെ ഷൂട്ട് ചെയ്യുന്നത് കാണിക്കേണ്ടെന്ന് തീരുമാനിച്ചു. സ്വിമ്മിംഗ് പൂളിലൊരു സീനുണ്ട്, അവിടേക്ക് ഇവരെ വിളിക്കരുത് എന്ന് രേണു എന്നോട് 2-3 പ്രാവശ്യം പറഞ്ഞു. യൂട്യൂബേഴ്സിന് ദയവ് ചെയ്ത് വിളിക്കരുത്, പൂളിന്റെ അടുത്ത് വിളിക്കരുത് ഏട്ടാ, പൂളിന്റെ അടുത്ത് വിളിക്കരുത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ എന്തായാലും തീരുമാനിച്ചു വെച്ചതാണ്, ഞാൻ വിളിക്കുന്നില്ല. അവര് ലിമിറ്റിൽ കൂടുതൽ കയറിയിട്ട് അവര് നമ്മൾ ബുദ്ധിമുട്ടിക്കുകയാണ്, സീൻ എടുക്കാൻ കഴിയുന്നില്ല. അതുപോലെ അപ്പപ്പോ വരുന്ന റിസൾട്ടും കമന്റും അവരെ കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് രേണു പറയാണ് ഇത് കാണിക്കാതെങ്കിലും ഇരിക്കാൻ പറ്റുമോ എന്ന് ആ കുട്ടി ചോദിക്കുകയാണ്.
അവരോട് തന്നെ അവരത് ഇടുന്നു. അത് വേറെ ആള് അത് എന്താ പറയാ വൾഗാരിറ്റി ആയിട്ട് കാണിക്കുന്നു. അത് അന്നേരം തന്നെ ഈ കുട്ടിയെ കാണിക്കുന്നു. ഇവർ ചർച്ച ചെയ്യുന്നു, അവരിയ്ക്കുന്നു. ഏത് ഞങ്ങൾ ഇരിക്കുന്ന ലൊക്കേഷനിലൊക്കെ കയറി ഇരുന്ന് സംസാരിക്കുന്നു, ഇടപെടുന്നു നിങ്ങൾക്ക് കാണാം. ഞാൻ അതിനകത്തൊരു ലേഡിയെ കണ്ടല്ലോ, അവരേതാ മെയിൻ സ്ട്രീമിന്റെ ആളാണോ? അതില് എന്റെ വൈഫ് ഉണ്ടായിരുന്നു കൂടെ. അല്ല, ഇപ്പൊ നിങ്ങളൊരു വീഡിയോ എന്നെ കാണിച്ചല്ലോ, അതിലൊരു ലേഡി ഒളിച്ച് മുഖം മറയ്ക്കുന്നുണ്ടല്ലോ. ഒരു വീഡിയോ നിങ്ങൾ കാട്ടിയിട്ടുണ്ടായിരുന്നു, അതിനകത്ത് മുഖം മറയ്ക്കുന്നുണ്ട് ഒരു ലേഡി. ഇവര് അത് യൂട്യൂബേഴ്സ്. അത് ഏത് ചാനലെന്നാ? അത് ചാനൽ എന്നറിയില്ല. വൈഫും ഭാര്യയും ഭർത്താവാണ് അവര് എന്നാണ് എന്നോട് അവർ പറഞ്ഞ് പരിചയപ്പെടുത്തിയത്. അവര് മറ്റേ എന്താ പറയാ ഈ പറഞ്ഞതില് 3 പേരാണ് കുറച്ചുകൂടി എന്നെ ബുദ്ധിമുട്ടിച്ചത്. അതിലാ ഞാൻ കാണിച്ചു തന്നു ആ താടി വെച്ചിട്ടുള്ള ആള്. നല്ല അത്യാവശ്യം പ്രായമുണ്ട്, 10-40 വയസ്സിന് മേലുണ്ട്. യാതൊരു പക്വതയോ വിവരമോ ഇല്ലാത്ത പെരുമാറ്റം. എന്താണ് ലൊക്കേഷൻ, എന്താണ് ഷൂട്ടെന്നോ ഒന്നും അറിയാം. സത്യം പറഞ്ഞാൽ മണിയനീച്ചകൾ എന്ന് വിളിക്കാൻ എനിക്ക് തോന്നിപ്പോയി. അത്രയ്ക്കും വൃത്തിയായിട്ട ലെവലിലുള്ള പെരുമാറ്റമായിരുന്നു. ഭക്ഷണം വേണം, അവർക്ക് സ്റ്റേ ചെയ്യാൻ റൂം വേണം. ആർക്ക് ഞാൻ ലൊക്കേഷനിൽ എത്തുന്നതിന് മുമ്പ് ലൊക്കേഷനിൽ എന്നെ വിളിക്കുകയാണ് യൂട്യൂബേഴ്സ്. ഞങ്ങൾക്ക് റൂം എവിടെ, ഞങ്ങൾക്ക് ഫുഡ് എവിടെ. ഞാൻ അവരെ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാണ്ട് നിങ്ങൾ മസ്റ്റായിട്ടും വരണം, നിങ്ങൾക്ക് സാഹചര്യങ്ങൾ ഒരുക്കി തരുന്നൊന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. എനിക്കത് പറ്റില്ല. ആരങ്ങനെ ചെയ്യാ? പെയ്ഡ് പ്രൊമോഷൻ എന്ന് പറഞ്ഞ ഒരു കാര്യം ഞാൻ എന്റെ ലൈഫിൽ ചെയ്തിട്ടില്ല. ഞാൻ 10 രൂപ കിട്ടി അത് ഈ ആൽബത്തിലേക്ക് ഇറക്കിയിട്ട് അത് വൃത്തിയാക്കാൻ നോക്കാന്നല്ലാതെ ഒരു കാരണവശാലും ഞാൻ അത് എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് കുറെ കാശ് കൊടുത്ത് ലൈക്കും കമന്റും വാങ്ങിയിട്ട് അതിനൊന്നും എനിക്ക് താല്പര്യമില്ല. എനിക്ക് എന്റെ വർക്കുകള് കംപ്ലൈന്റ് വല്ലതും ഉണ്ടോ എന്നുള്ള അഭിപ്രായം കേൾക്കാൻ മാത്രം ഞാൻ ചെയ്തിട്ടായിരുന്നു. അല്ലാതെ അതിന്റെ വലിയ പൊലിപ്പൊന്നും എനിക്ക് കേൾക്കേണ്ടതില്ല. അതിൽ പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് കണ്ടറിഞ്ഞ് പറയുന്നവരുണ്ടാവും, അത് മനസ്സിലാക്കുന്നവരുണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ പ്രോജക്ട് ചെയ്തിരുന്നത്. അങ്ങനെ മുക്കത്തെ ഷൂട്ട് കഴിഞ്ഞ് പിന്നെ കക്കാടംപോയിൽ എന്ന് പറയുന്ന ടൂറിസ്റ്റ് മേഖലയാണ് കോഴിക്കോട്. ആ മലയുടെ മുകളിലേക്ക് എത്തണമെങ്കിൽ തന്നെ ഒത്തിരി റണ്ണിയാണ്. മലയുടെ മുകളിലേക്ക് ഞങ്ങള് സാധാരണ ഒരു ആൽബത്തിലൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ലൈറ്റിംഗ് ഒന്നുമില്ല. ഇത് ക്രൂ ഉണ്ട്, അതിന്റെയൊക്കെ വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ലൈറ്റിംഗിന്റെ ക്രൂ കോഴിക്കോട് ഞങ്ങൾ വരുത്തിച്ചതാണ്. അത്രയും സാധനങ്ങളും ഇന്നോവയുടെ അകത്ത് 2 ട്രിപ്പായിട്ട് കയറ്റി ഞങ്ങൾ മുകളിൽ എത്തിച്ചു. എന്നിട്ട് ഈ പൂളിലുള്ള സീനിൽ എനിക്ക് ഷർട്ട് ഇടുന്ന സീനല്ല അത്. അവർക്ക് ഏകദേശം കുറച്ച് ഓപ്പൺ ആയിട്ടുള്ള ഡ്രസ്സാണ്, പൂൾ ഡ്രസ്സാണ്, പക്ഷെ ബിക്കിനി അല്ല. ബിക്കിനി കാണിച്ചപ്പോൾ ഇത് എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞതിന് ശേഷം വേറെ ഒന്നിട്ടിട്ട് സെറ്റ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് മറുപടി തന്നാണ്. അങ്ങനെയാണ് ഞാൻ അത് എടുത്തു വെക്കുന്നത്. കുഴപ്പമൊന്നുമില്ല, ഡ്രസ്സാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിനൊരു ഓവർ കോട്ടും വരുന്നുണ്ട്, അതും കൂടി വരുന്ന ഡ്രസ്സാണ്. പക്ഷെ പൂളിലാണ് ഇടുന്നത്. ഈ പൂളിൽ വെച്ചുള്ള സീനാണ് എടുക്കേണ്ടത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എന്റെ ബോഡി കുറച്ചുകൂടി ദമ്മാക്കി. ഞാനൊരു 6-7 മാസമായിട്ട് മറ്റേ ഡയറ്റൊക്കെ നടത്തി ജിമ്മിലൊക്കെ പോയി ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ഈ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഏത് ആ ഒരു ഇത്തിരി പോകുന്ന അശു പോലത്തെ ആ കുട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ എന്റെ ബോഡി റെഡിയാക്കി. എനിക്ക് മെസ്സേജ് ചെയ്യണം, വയറ് കുറയ്ക്കണം മാഷേ, തടി കുറയ്ക്കണം മാഷേ എന്ന് സംവിധായകനെ വിളിച്ച് അവർ പറയാ. ഞാനത് രസത്തോടു കൂടി അവർ ഉത്തരവാദിത്തമായിരിക്കും, അവരുടെ ഇൻട്രസ്റ്റ് കൊണ്ടായിരിക്കും, ആത്മാർത്ഥത കൊണ്ടായിരിക്കും നേരിച്ച് കേട്ടിരിക്കുകയായിരുന്നു. അതൊക്കെ രസമായിട്ട്. ഇപ്പൊ എനിക്ക് അതൊക്കെ പരിഹാസമായിട്ട് തോന്നുന്നത്. എന്തറിഞ്ഞിട്ടും എന്ത് ചെയ്യാമെന്ന് ഉദ്ദേശിച്ചിട്ടാണ് ആ കുട്ടിയൊക്കെ എന്താ ചെയ്യുന്നത് എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ ഞാൻ ജിമ്മിൽ പോയി ഏകദേശം 1.5-2 മണിക്കൂർ അവിടെ കളിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവസാനത്തെ കളിയാണ്. അതിന്റെ ബുദ്ധിമുട്ട് ജിമ്മിലൊക്കെ പോകുന്നവർക്ക് മനസ്സിലാവും. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ ഈ ഷൂട്ടിനിടയ്ക്ക് എന്നോട് പറയുന്നുണ്ടായിരുന്നു, ചേട്ടാ ഞാൻ ദുബായിൽ നിന്ന് മദ്യപിക്കും. എന്നോട് പറഞ്ഞിട്ടുണ്ട് മദ്യപിക്കും. എന്റെ മാനേജർമാരോട് അവർ വിളിച്ചപ്പോഴും അവൾ പറഞ്ഞിട്ടുണ്ട് മദ്യപിക്കും, ഞാൻ അടിക്കുന്ന മാജിക് മൂവ്മെന്റ്സ് ആണ്, ഞാൻ സിഗരറ്റ് വലിക്കും, ജിമ്മിൽ പോകാൻ ഇപ്പൊ കുറച്ചു കാലം ആയതിനു ശേഷം ഞാൻ സിഗരറ്റ് വലി നിർത്തിയതാണ്. സിഗരറ്റ് വലി എനിക്ക് നിൽക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ എനിക്കൊരു 5 കിങ്ങും ഒരു മറ്റേ ഇതും മാജിക് മൂവ്മെന്റ്സും. ഞാൻ ഏകദേശം ഒരു 8-9 വർഷമായിട്ട് മദ്യപാനം നിർത്തിയതാണ്. കിങ് എന്ന് പറഞ്ഞ സിഗരറ്റിന്റെ പേരാ. ഇതും മേടിക്കാനാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ താഴത്ത് ഈ ജിമ്മിൽ കളിക്കുമ്പോൾ എന്റെ അസിസ്റ്റന്റ് ആയിട്ട് അവൻ വന്നു. അവന് കുറച്ച് തെർമോക്കോൾ, ഞങ്ങൾ 2 ട്രിപ്പായിട്ട് ഈ ഇത് കൊണ്ടുപോകണം. 2ാം ട്രിപ്പ് അവൻ എടുക്കാൻ വന്നപ്പോൾ തെർമോക്കോളും കുറച്ച് സാധനങ്ങളുണ്ട്, അത് എടുത്ത് വരുന്ന വഴിക്ക് ഞാൻ അവനോട് പറഞ്ഞു, നീ ചെന്നിട്ട് ഈ 500 സാധനം വാങ്ങണം. 500 കിട്ടുമെന്ന് എനിക്കറിയില്ല ഈ സാധനത്തിന്, എന്റെ കണക്കൂട്ടിൽ 1 ലിറ്ററുള്ള സാധനം അത്. അപ്പൊ അവൻ ചെന്നിട്ട് 500 സാധനം വാങ്ങി, 2 ബിയർ വാങ്ങി, 5 കിങ്ങും വാങ്ങി. ആർക്ക്? ഇതിൽ അഭിനയിക്കാൻ, എന്റെ ഇതിൽ അഭിനയിക്കാനുള്ള കുട്ടി ആവശ്യപ്പെട്ടതിന്റെ പേരിൽ ഞാൻ അവർക്ക് കൊടുക്കാന്ന് പറയും. ഏൽക്കാണ്, അവർക്ക് ആവശ്യം ഉണ്ടെങ്കിൽ കൊടുക്കാം. പക്ഷെ ഷൂട്ട് കഴിഞ്ഞടിക്കാം, അങ്ങനെ തന്നെ എന്നോടും പറഞ്ഞത്. ഷൂട്ട് കഴിഞ്ഞടിക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെയാ പറഞ്ഞത്. ആയിക്കോട്ടെ, ആ കൊച്ചിനല്ല, അവരിഷ്ടല്ലേ, എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമെന്നതുകൊണ്ട് ഞാൻ ചെയ്തു കൊടുത്തു. ഞാനത് മേടിച്ച് ഈ റിസോർട്ടിലെത്തിയ സമയത്ത് ഇവൾ അവിടെ ഇല്ല. ബാക്കി എല്ലാവരും പകച്ചു നിൽക്കാൻ ഞാൻ കാണുന്നു. എന്റെ വൈഫ് അടക്കം അവിടെ വായി നോക്കി നിൽക്കാൻ ഞാൻ കാണും. അപ്പൊ ഞാൻ അവരോട് ആദ്യം ഷൗട്ട് ചെയ്തു, ഒരു ചായ മേടിച്ച് കൊടുക്കാനായിട്ടല്ല അവർ പോയത്.
അവരെല്ലാവരും കൂടി ചായ കുടിക്കാൻ പോയി എന്നാണ് പറഞ്ഞത്. മണിക്കൂറുകൾ വെയിറ്റ് ആണ്, മണിക്കൂറുകൾ. ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്ത് ഒക്കെ അറേഞ്ച് ചെയ്ത് ഞങ്ങൾ മണിക്കൂറുകളോളം ഇരിക്കുക, ഇവരെ കാണുന്നില്ല. പിന്നെ അവര് വരുന്നത് ഒരുമിച്ച് കൂട്ടമായിട്ടാണ്. ഒരു കാറിനകത്ത് ഏകദേശം 8 പേരാണ് പോയത്, രേണുവടക്കം. ആ കൂട്ടം തിരിച്ചു വരിക. അതുവരെയുള്ള അവളുടെ പെരുമാറ്റമല്ല. പിന്നെ എന്താണ് അടിച്ചതെന്ന് എനിക്ക് ആ ഒരു സംശയം. എന്താണ് അവരടിച്ചതെന്നുള്ളതിന് എനിക്ക് ഒരു ക്ലിയർ കിട്ടുന്നില്ല. കാരണം മണമൊക്കെ ആണെങ്കിൽ നമുക്കും അറിയുമല്ലോ, ആടുന്നൊക്കെ ആണല്ലോ. പക്ഷെ അവർക്ക് യാതൊരു ബോധം ഉണ്ടായിരുന്നില്ല. സ്ഥലകാലം ഏതാണെന്ന് അറിയില്ലായിരുന്നു. ആ ബിൽഡിംഗിൽ ഇവർ നിന്ന് സംസാരിക്കുന്ന ബിൽഡിംഗിന്റെ ചുറ്റും CC ക്യാമറ ഉണ്ടെന്ന് അത് റിസോർട്ട് എന്ന് പോലും മനസ്സിലാക്കാതെ അവര് കിടന്ന് അലറുകയായിരുന്നു. എന്റെ സ്വന്തം നാടാണത്. അവിടെ നിൽക്കുന്ന ക്രൂ, എന്റെ വൈഫ്, എന്റെ മക്കളൊക്കെ അടക്കം ആ നാട്ടുകാരാണ്. ഞങ്ങൾക്ക് ആ റിസോർട്ട് ഓപ്പൺ ചെയ്ത് തന്നാണ്. ഞങ്ങൾക്ക് അവിടെ എന്തും സാധിക്കും. പക്ഷെ ഞങ്ങളെക്കാ വലിയ പെർഫോമൻസ് കാഴ്ചവെക്കുന്ന കണ്ട് ഞാൻ അവിടെ തരിച്ചു നിൽക്കുക ചെയ്തു. എനിക്ക് പൈസയല്ല ജീവിതമാണ് വലുതെന്ന് തോന്നിയ സെക്കൻഡിൽ ഞാൻ പാക്കപ്പ് പറഞ്ഞു. എന്ത് പറഞ്ഞിട്ടാ ബഹളം വെച്ചേ? ബഹളം വെക്കുന്ന എന്താ വെച്ചാൽ എടുക്കുന്ന സീനുണ്ട്. അവളെ എടുക്കുന്ന സീൻ, അതായത് പാർട്ടി ഡാൻസ് കളിച്ചതിന് ശേഷം അവളെ എടുക്കുന്നത് മുഖത്തോട് മുഖം. ഇങ്ങനെ കാൽ രണ്ടും പുറകോട്ടിട്ട് അപ്പൊ നമ്മളിങ്ങനെ എടുക്കും. മുഖത്തോട് മുഖമാണ് ആളെടുക്കുക. എടുത്ത് കൊണ്ടുപോകുന്ന വഴിക്ക് അവള് കുറച്ച് ആക്ടിവിറ്റീസ്, കവിള് നുള്ളുക, കിസ് ചെയ്യുക, ഇങ്ങനത്തെ കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്. ഇതൊക്കെ ചെയ്യാന്നല്ല, ഇതൊക്കെ അഭിനയിക്കാം, അത്രയും നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ സമ്മതിച്ചു തന്നെ. ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പറഞ്ഞതിന്റെ ഒക്കെ വോയിസ് നമ്മുടെ വാട്സപ്പിൽ കിടക്കുകയാണ്. ഇതിന് പക്ക ആ സ്പോട്ട് എന്ന് പറയുന്നതും ഉണ്ട്. ആ സ്പോട്ട് എന്ന് പറയുന്നതും ഒക്കെ വെച്ച് സമ്മതിച്ച് പുള്ളിക്കാരത്തി വന്ന ശേഷം പിന്നീട് അവിടെ വന്നിരുന്നു. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ആൽബം ചെയ്യുന്ന സമയത്ത് ഞാൻ ചോദിച്ചു ലിപ് ലോക്ക് സീൻ ഒക്കെ. അത് ഞാൻ വെറുതെ ചോദിച്ചത്. അവൾ ആ ഒരു ആളെ മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു ചോദ്യം ചോദിച്ചാ. അപ്പൊ എന്നോ ലിപ് ലോക്ക് ഞാൻ ചെയ്യാം, ദാസായിട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചാൽ അതെന്താണ്? അയാൾ ഫാമിലി ആയിട്ട് അന്ന് തന്നെ മറ്റേ ആ പാട്ടിനകത്ത് അയാൾ കുറച്ച് ഇംഗ്ലീഷ് കട്ട് ചെയ്ത് കളഞ്ഞാന്ന് പറഞ്ഞു. അല്ല, ഇപ്പൊ ഈ ആൽബത്തിൽ ദാസനും ഉണ്ടോ? ഇല്ല. അപ്പൊ ആ ഓർമ്മയിലാണ് ഞാൻ ഈ പാട്ടിനകത്ത് ഒരു ലിപ് ലോക്ക് സീൻ പ്ലാൻ ചെയ്തു. അവരോട് പറഞ്ഞു ചെറിയ ലിപ് ലോക്ക് ഉണ്ട്, വയറിൽ നിന്ന് ഒരു മുന്തിരി കടിച്ചെടുക്കുന്ന സീനുണ്ട്, കുറച്ച് ഇന്റിമേറ്റ് സീനുണ്ട്. സീൻ ഈ ആൽബത്തിനനുസരിച്ചല്ലാത്ത ഒറ്റ സീനും ഇല്ല, വൾഗാരിറ്റി ഇല്ല. ഉള്ളത് നമ്മൾ ആ സ്പോട്ടിൽ ആലോചിച്ച് ക്ലിയർ ചെയ്തിട്ടേ ചെയ്യൂ. നിങ്ങളുടെ കൺസെന്റ് ഇല്ലാണ്ട് ഒറ്റ സീൻ എടുക്കില്ല എന്ന് ഞാൻ പറഞ്ഞ. അത് നടക്കില്ല. അത് എടുക്കില്ല എന്നല്ല, അങ്ങനെ ഒന്നും നടക്കില്ല. ഇവിടുത്തെ നിയമവും കാര്യങ്ങളും എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നേരിൽ കണ്ടും തൊട്ടും അറിഞ്ഞിട്ടുള്ള എനിക്ക് നിയമം. അതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് അറിയാം കോടതി എന്താണെന്നും നിയമം എന്താണെന്നും പോലീസ് എന്താണെന്നും കൺസെന്റ് എന്താണെന്നും. അപ്പൊ അത് ചോദിച്ച് എന്റെ വൈഫ് കൂടി ഉണ്ട് കൂടെ. എന്റെ വൈഫാണ് ചോദിക്കുന്നത്. ലിപ് ലോക്ക് അല്ല, ജസ്റ്റ് ടച്ച് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ബാക്കി വെച്ച് സെറ്റ് ചെയ്യാന്നാ പറഞ്ഞത്. അതിന്റെ മാക്സിമം ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത്രയും മാക്സിമം ഇന്റിമേറ്റ് ആവുക എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ അവള് പറഞ്ഞു അത് കുഴപ്പമില്ല, കടിച്ചു പറിക്കാന്ന് വിചാരിച്ചിട്ടാണ് കടിച്ചു പറിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വേണ്ട എന്ന് പറഞ്ഞാണ്. എനിക്ക് ഞാനാണ് നായകൻ. എനിക്ക് എന്റെ ലിപ് ലോക്കിന് വേണ്ടി എന്റെ വൈഫാണ് പോയിട്ട് കൺവിൻസ് ചെയ്യുന്നത്, സംസാരിക്കുന്നത്. അതിൽ കൂടുതലൊന്നും എനിക്കൊന്നും. എന്റെ വീട്ടിലാണ് അവൾ ഭക്ഷണം കഴിക്കുന്നത്, എന്റെ വീട്ടിൽ നിന്നാണ് അവൾ ആദ്യത്തെ മേക്കപ്പ് ചെയ്യുന്നത്. അവള് വന്ന ടീമുകളെല്ലാം റിസോർട്ടിലാണ് താമസിച്ചത്. വന്നവരെന്ത് ചെയ്തു? അന്ന് രാവിലെ അല്ലേ ഞാൻ മുക്കത്ത് ഷൂട്ട് ചെയ്യുമ്പോൾ കുറച്ച് ആൾക്കാർ ഇവിടെ ഉണ്ട്. ഇവരാണ് എന്നെ വിളിച്ചു. രാവിലെ തന്നെ മുക്കത്തെത്തുന്നതിന് മുമ്പേ എന്നെ വിളിക്കുന്നുണ്ട്. ഞങ്ങൾ റിസോർട്ടിലുണ്ട്, ഞങ്ങൾക്ക് ഒന്ന് കുളിക്കണം, ഞങ്ങൾക്ക് ബാത്റൂമിൽ പോകണം, അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒന്ന് കിടക്കണം. അപ്പൊ ഞാൻ റിസോർട്ടിലേക്ക് വിളിച്ചതെന്ന് അവിടുത്തെ ചേച്ചീനെ വിളിച്ചിട്ട് ഒന്ന് സൗകര്യം ചെയ്തു കൊടുക്കുമോ? അപ്പൊ അവരോട് പറയുന്നത് ഇവിടെ കോമൺ ആയിട്ട് ബാത്റൂം ഉണ്ട്, അവർ പോകുന്നില്ല. ഇവിടെ കോമൺ ആയിട്ട് ഇവിടെ സ്റ്റേ ചെയ്യാം, അതും അവർ സമ്മതിക്കുന്നില്ല. അവർക്ക് രേണു എടുത്തു വെച്ച് നമുക്ക് ഷൂട്ട് ചെയ്യാൻ വെച്ച റൂമാണ്. അതാണ് ക്ലീൻ ചെയ്തിട്ടതാ. അത് പുകയൊക്കെ നിറച്ച് ആകാശം പോലെ ആക്കിയിട്ട് ചെയ്യാൻ വെച്ച സാധനമാണത്. മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ട് അത്രയ്ക്കും ഗംഭീരമാക്കി ചെയ്യാൻ വെച്ച സാധനം. കൊച്ചിന് യോഗയില്ലാതെ പോയതാണ്. അല്ല, അത് ഈ പറഞ്ഞ പോലെ ലിപ് ലോക്കിന്റെ സീൻ പറഞ്ഞു, അതൊക്കെ അക്സെപ്റ്റ് ചെയ്തു. ഡ്രസ്സ് മുഴുവൻ കണ്ടു, അതവർ സമ്മതിച്ചു. പിന്നെ ഈ ചപ്പലിന്റെ വില എത്രയാ? 600 സംതിങ് രൂപ, ഏകദേശം എത്ര വരും? 750. ബില്ല് നമ്മളെടുത്ത് നമ്മളിവിടുന്ന് എടുത്താ ഒക്കെ ഓൺലൈനിൽ എടുത്ത ഡ്രസ്സാണ്. 35,000-നൊന്നുമില്ല. അതൊക്കെ അതാണ് ഞാൻ പറഞ്ഞത്. അവര് വായി തോന്നിയത് ഈ ചാനലുകാരും കൂടിയിട്ട് ജനങ്ങളെ അങ്ങ് പറ്റിക്കുകയാണ്. പക്ഷെ അത് വേറെ സെറ്റ് നോക്കണമായിരുന്നു അവർക്ക്. നമ്മൾ ഇവരെ ആരെയും പറ്റിക്കാനൊന്നും ചെയ്തിട്ടില്ല. ഇത് വെച്ചിട്ട് ഒരു കല വെച്ച ജനങ്ങളെ പറ്റിച്ച് ജീവിക്കാനേ ചിന്തിക്കുന്നില്ല. ഇത് വെച്ചിട്ട് ഇത് നമ്മുടെ തുളുമ്പി വരുന്നതാണ്.
മൊത്തത്തിൽ ആരം കഴിഞ്ഞ് അങ്ങ് നടക്കുക അത്ര തന്നെ. അത്ര തന്നെയുള്ളൂ. അവർക്ക് ആ ഒരു വിഷയം, അവിടെ എന്ത് വിഷയം ഉണ്ടായാലും കൈ നീട്ടി വാങ്ങാൻ ജനങ്ങളുണ്ട്. അവർക്ക് പറ്റിയ അവരുടെ അതേ കാറ്റഗറിയിൽപ്പെട്ട കുറച്ച് ആളുകളുണ്ട് അവർ സപ്പോർട്ട് ചെയ്യാൻ. ആ ആളുകൾക്ക് ആവശ്യമുള്ള സാധനം മാത്രം ചെയ്ത് ജീവിക്കാം. 1.5 മിനിറ്റോ 2 മിനിറ്റോ 60 സെക്കൻഡോ ഒക്കെ ഉള്ള വീഡിയോസ് ഇട്ട് അങ്ങ് പോയാൽ മതി അവർക്ക്. ഇപ്പൊ ഇത് ഡ്രോപ്പ് ചെയ്തില്ലേ ഈ ഒരു അത് കഴിഞ്ഞു. മറ്റേ ലിപ് ലോഗിന്റെ കാര്യം വന്നു കഴിഞ്ഞപ്പോ അത് ഞങ്ങൾ കൺവിൻസ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞപ്പോ അവള് പറയുന്നു അവർക്ക് എടുക്കാൻ പറ്റില്ല, എടുക്കുന്നത് ഇങ്ങനെ എടുക്കരുത്, ഇങ്ങനെ എടുക്കാം, ഇങ്ങനെ എടുക്കാം, ഇങ്ങനെ കഴുത്തിലേക്ക് ഇട്ടെടുക്കാം, ഇങ്ങനെ എടുക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, അത് മാറ്റാം. അപ്പൊ ഈ കോസ്റ്റ്യൂം അതിന് പറ്റൂല. അത് ഞാൻ ആദ്യമേ പറഞ്ഞു ട്രൗസർ ഇടണം എന്ന് പറഞ്ഞു. പക്ഷെ എടുക്കുന്ന സമയത്ത് എന്താവും പ്രശ്നം, കൂടുതൽ വൾഗാരിറ്റി ആവും. അത് ക്യാമറാമാൻ മാത്രമാണ് എടുക്കുന്നതെങ്കിൽ എനിക്കത് നോക്കി എടുപ്പിക്കാം. അപ്പുറത്ത് ഈ യൂട്യൂബേഴ്സ് വായി നോക്കിയിരിക്കുകയാണ്. ഇവര് സീസോയിലൊക്കെ ഇരുത്തിയിട്ട് അവളോട് പൊന്തു എന്ന് പറയാം. ഞാൻ ആ സമയത്ത് അവിടെ ഇല്ലാണ്ടായി പോയി, അല്ലെങ്കിൽ അവരൊക്കെ പൊന്തുവരുന്നു അവിടുന്ന്. അവരെന്താണ് ഈ പൊന്താൻ പറയുന്നത്, എന്താ പൊന്തിക്കാൻ പറയുന്നതെന്നൊക്കെ കാണാണ് ജനങ്ങള്. അതോ ആ കുട്ടിക്കാണെങ്കിൽ ഡ്രസ്സ് വാങ്ങിയതെന്ന് പറഞ്ഞാൽ നമുക്കൊരാൾക്ക് XL, L, മീഡിയം, സ്മോള്, ഇനി താഴെ എന്താണുള്ളത് അത്രയ്ക്കും. അതായത് എന്റെ മോന്റെ ട്രൗസർ പോലും കൊള്ളൂല അത്രയ്ക്ക്. അങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ ഒരു സാധനം വാങ്ങിയാൽ കിട്ടൂല, ചെരുപ്പ് വാങ്ങിയാൽ കിട്ടൂല. ഇവക്ക് വാങ്ങിയ ഒരു സാധനം ഇനി ഒരാൾക്കും പറ്റില്ല. എന്റെ വീട്ടില് ഒരു ഡോഗ് ഉണ്ട്. അതിന് പോലും ആ ഡ്രസ്സ് ചെയ്യൂല. കാരണം അതിന് വരെ അത്യാവശ്യം തടി, കൊണ്ടുപോയി. അത് വീട്ടിൽ നിന്നുള്ള കമ്മല്, അവളുടെ കമ്മല്, അവൾ ഒരുപാട് കമ്മല് കളക്ട് ചെയ്യുന്ന വൈഫ്. അപ്പൊ കുറെ കമ്മലുണ്ടായിരുന്നു. അപ്പൊ അത് ഷൂട്ടിന് ആവശ്യം ഉണ്ടാവുമെന്ന് പറഞ്ഞപ്പോ അത് മൊത്തത്തിൽ അങ്ങ് എടുത്തു. ഒന്നൊന്നല്ല, അതിന്റെ വെയിറ്റ് അങ്ങ് നോക്കിയാൽ നമുക്ക് അഗ്രക്കടയിൽ കൊടുത്താൽ 10,000 കിട്ടും. അത്രയും വെയിറ്റ് ഉള്ള ഒരു സാധനം കൊണ്ട് അവള് പോയി. പക്ഷെ അതിലത്തെ കമ്മലൊക്കെ സ്പെഷ്യലാണ്. നമ്മളവിടെ ഇവിടെ പോകുമ്പോൾ വാങ്ങുന്നതും ഒക്കെ വെച്ച് സ്റ്റോണും കാര്യങ്ങളൊക്കെയാണ്. തിരിച്ചു വേണമെന്ന് പറയാനേ എങ്ങനെയാണ് നമുക്ക് അവരെ വിളിക്കാൻ പോലും പറ്റൂല. എങ്ങനെയാണ് അവരോട് പെരുമാറാൻ പറ്റുക? എനിക്ക് എന്റെ ലൈഫിൽ ഇനി അവരെ കാണാൻ പോലും താല്പര്യമില്ല. അറപ്പ് വന്നു പോവാന്നൊക്കെ പറയില്ലേ, ആ ഒരു സിറ്റുവേഷനിൽ വരിക. കാരണം നമ്മൾ അത്രയ്ക്കും ആർക്കും വേണ്ടാത്ത ഒരാളെ ആ ആൾക്ക് ഒരു ഇച്ചിരി സൗകര്യം ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് എല്ലാ കാര്യവും അവർക്ക് അനുയോജിച്ചു. അവർക്കൊക്കെ വേണ്ടി മേക്കപ്പ് ചെയ്യാൻ എന്തോ സമയം എടുക്കുന്നുണ്ട്.